ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചിന്നു ഇൻ ഗോൾവേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചിന്നു ഇൻ വിക്ലോയിലാണുള്ളത് കേട്ടോ. കൊച്ചുവെളുപ്പാൻ കാലത്തെയും മൊത്തലിനെയും കുത്തിപ്പൊക്കി ഗോൾവേയിൽ നിന്ന് വണ്ടി കയറിയതാണ്. ഇതോ വന്ന് നിൽക്കുന്നത് ഡബ്ലിനിലാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ സ്വന്തം ടൂർ ഗൈഡായ അതിലിനെയും കൂട്ടി ഒരു കാറൊക്കെ അങ്ങ് വാങ്ങിയതേ. എന്നിട്ട് നേരെ പോയത് 45 കിലോമീറ്റർ അപ്പുറത്തുള്ള ബാലിൻസ്റ്റർ വുഡ്സിലേക്കാണ്. സോ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് പ്രത്യേകിച്ചൊരു എൻട്രി ഒന്നുമില്ല. പിന്നെ നവേലി ചാടി ഇതിനപ്പുറം ചാടി കടന്നവനാണ്. അവളങ്ങ് അയർലൻഡിലല്ലേ എന്ന് പറയുമ്പോൾ പടുകൂറ്റൻ ബിൽഡിങ്ങും സിറ്റി ലൈഫും യൂറോ ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ ഇതും ഒരു കൊച്ചു കേരളമാണ് കേട്ടോ. ഫുൾ പച്ചപ്പും ഹരിതാപവും. എനിക്ക് നമ്മുടെ വാഗമൺ പൈൻ ഫോറസ്റ്റിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീൽ. നാട്ടിലായിരുന്നപ്പോൾ ബൈക്കൊക്കെ എടുത്ത് എല്ലാ വീക്കെൻഡും എവിടെയിലേക്കും റൈഡ് പോകുമായിരുന്നു. ഇങ്ങോട്ട് വണ്ടി കയറിയപ്പോഴും എൻ്റെ അമ്മയുടെ ഏക ആശ്വാസം എൻ്റെ തെണ്ടൊക്കെ ഇനി കുറയുമല്ലോ എന്നായിരുന്നു. പക്ഷേ പൂർവാധികം ശക്തിയോടെ ഇവിടുത്തെ ചീഞ്ഞ മഴയത്തും മഞ്ഞത്തും തണുപ്പത്തും ഞാൻ ട്രാവൽ തുടങ്ങി മക്കളെ. ചാപ്പിളിൽ നിന്ന് ജസ്റ്റ് 30 മിനിറ്റ്സ് റൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാലനാസ്റ്റർ വുഡ്സിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. ഇറ്റ്സ് സോ അമേസിങ്. Actually, this is a perfect place for hikers and cyclists. Moreover, a perfect place to walk and recharge your batteries. ഇത് ഫുള്ള് പന്മര കാടാണ്. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഗമണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ നിറച്ച ആൾക്കാരായിരിക്കുമല്ലോ. പക്ഷേ ഇവിടെയൊന്നും അധികമൊന്നും ആൾക്കാരൊന്നും എത്തിച്ചേരാതെ കുറച്ച് ലോക്കൽസ് മാത്രം വോക്കിങ്ങിനൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ഇവരിവിടെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൊളീഗ് പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിനെ ഭയങ്കര കെയർ ചെയ്ത് നട്ട് വളർത്തി വെച്ചിരിക്കുന്നതാണ്. അതേപോലെ കെയർ ചെയ്തിരിക്കുന്നതാണ് ഈ വൂഡ്സ്. സോ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൈലൻസ് ആണ്. സോ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാകപ്പാടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ ഇങ്ങനെ ദൂരത്ത് നിന്നിങ്ങനെ വരുന്ന സൗണ്ടും പിന്നെ മഴത്തുള്ളി വന്ന് വീഴുന്നതും അങ്ങനെയുള്ള ഒരു സൗണ്ടാണ്. പിന്നെ ആരുടെ സൗണ്ടുകളോ ഇതിനകത്തൂടെ കുറച്ച് ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്, വോക്കിന് വന്നിട്ടുണ്ട്, അവർ ഇതിലുണ്ട്. പക്ഷേ അവരുടെ സൗണ്ട് പോലും നമുക്ക് കേൾക്കത്തില്ല. ഇപ്പം നമ്മൾ കൂവിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്കോയാണ് ഇതിലെ മൊത്തം പ്രതിനിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. സോ അയർലൻഡിലുള്ള എല്ലാവരും തന്നെ മസ്റ്റ് വിസിറ്റ് ഹിയർ. തോറും നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള വ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ കാട്ടിനുള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. സോ എത്രമാത്രം നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവിടെയായിട്ട് ഒരു ഹിഡൻ സ്പോട്ട് കണ്ടുപിടിച്ചു. അങ്ങോട്ടേക്ക് പോവുകയാണ്. ഭയങ്കര വെട്ടവും വെളിച്ചമൊക്കെ കണ്ടിട്ട് അവിടെ എന്നാന്ന് നോക്കിയിട്ട് വരാം. ഭയങ്കര വിൻഡിയാണ്. അതേപോലെ തന്നെ നല്ലപോലെ കോട കെട്ടിക്കിടപ്പുണ്ട്. നമ്മൾ കൊട്ടപ്പാറ, കാന്തല്ലൂർ ആ ഭാഗത്തൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കും ഇവിടെ പോയി നിൽക്കുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളി പ്ലേസ്. ഫുള്ള് കോട കയറുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ മഴ അടിച്ചുകൊണ്ട് ഇരിക്കുവാണ്. അടിപൊളി വൈബ്. ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയുകയും അങ്ങനെ കുറേ ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഓക്കെ, ഈ വെയിലോട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിരിക്കും. അപ്പം നമുക്ക് താഴെയൊക്കെയുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാം. എന്താണോ ഞാനും അതെ. സാലി ഗ്യാപ്പ് ഏതാണെന്ന് കാണാതെയാണ് നമ്മളിവിടെ വന്നത്. ഇത് ഫുള്ള് പൈൻ ഫോറസ്റ്റ് അല്ലേ? ഇത് ബേബി പൈൻസ് ആണെന്ന് തോന്നുന്നു. നീ ബേബി പൈൻസ് പറയുമ്പോൾ ബേബി ഡിനോസർ എന്നൊക്കെ കേൾക്കുന്ന ഫീലാ. ഇത് ബേബി പൈൻസ് അല്ലേ? ഇത് ബേബി പൈൻസ്.
ഇതാണ് മക്കളെ ആക്ച്വലി നമുക്ക് അങ്ങ് ദൂരെയായിട്ട് കാണാം കേട്ടോ, കൊറേ ഗ്രാമമൊക്കെ. വാഴത്തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് വീഡിയോ എടുക്കുന്ന പോലെ ഇരിക്കുന്നു. പക്ഷെ ഇത് ഫുള്ള് കോട ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളിയെങ്കിലും ഉണ്ടെന്ന് പറയുന്നത് എന്ത് സത്യമാണ്. അവിടെ ഞങ്ങളും കുറച്ച് മലയാളി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ദെൻ അവരുടെ അടുത്ത് പരിചയപ്പെടുകയൊക്കെ ചെയ്ത് എന്നിട്ട് ഞങ്ങൾ ബാലനാസ്റ്റ വൂഡ്സിൽ നിന്ന് നേരെ ക്ലെൻഡലോഗിലേക്ക് വെച്ച് പിടിച്ചു. അത് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു അടിപൊളി ട്രക്കിംഗ് സ്പോട്ടാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.